ഈ ഒരു ചെടിയുടെ മിനി വെർഷനാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഒരു മാസ്കിംഗ് ടേപ്പും ഇതേപോലൊരു കോപ്പർ വയറും എടുത്തിട്ടുണ്ട്. ഇത് ജ്വല്ലറി മേക്ക് ചെയ്യാനൊക്കെ എടുക്കുന്ന ടൈപ്പ് വയറാണ്. അതാകുമ്പോൾ ലീവ്സ് നമുക്കിങ്ങനെ ബെൻഡ് ചെയ്ത് വെക്കാൻ പറ്റും. ആദ്യം കോപ്പർ വയർ കട്ട് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞ് മാസ്കിംഗ് ടേപ്പ് എടുത്തിട്ട് കുറച്ച് ലെങ്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ച് വീതിയുള്ള ടൈപ്പ് മാസ്കിംഗ് ടേപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ലീവ്സ് തന്നെ ചെയ്തെടുക്കാം. ഈ ടേപ്പിൻ്റെ ആ സ്റ്റിക്കി ആയിട്ടുള്ള ഭാഗത്തോട്ട് ഈ കോപ്പർ വയർ വെച്ചിട്ട് ടേപ്പ് മടക്കി കൊടുക്കാം. ഞാൻ ചെയ്തത് ശരിയായില്ല, അത് ജസ്റ്റ് ഒന്ന് ചുളുങ്ങിപ്പോയി. ഞാൻ ഒരെണ്ണം കൂടി കാണിച്ചു തരാം. ആദ്യം ചെയ്ത പോലെ തന്നെ ടേപ്പ് കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ട് കോപ്പർ വയർ വെച്ച് മടക്കിയാൽ മതി. ഇപ്പോൾ അത് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 4 സൈഡും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്തിട്ട് കുറേ നാളായി. ഇങ്ങനത്തെ മിനിയേച്ചർ ഐറ്റംസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ലീഫ് ഇപ്പം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമുക്കിത് ബെൻഡ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും. ലീഫിൻ്റെ താഴെയും കൂടി ബെൻഡ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് കോപ്പർ വയർ ഒരു ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് ലീഫിൻ്റെ താഴെ വെച്ച് കൊടുക്കാം. എന്നിട്ട് മാസ്കിംഗ് ടേപ്പ് കട്ട് ചെയ്തിട്ട് താഴെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പം ആ കോപ്പർ വയർ പോവില്ല. അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമുക്കൊന്ന് ബെൻഡ് ചെയ്ത് നോക്കാം, അത് ബെൻഡ് ആവുന്നുണ്ടോയെന്ന്. അപ്പോൾ ലീഫ് ഇങ്ങനെ ബെൻഡായിട്ടിരിക്കും ഇതുപോലെ കുറച്ചുകൂടി ലീവ്സ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിൻറ്റ് ചെയ്തെടുക്കാം. ആ ചെടിയിലെ പോലെ തന്നെ ഗ്രീനും യെല്ലോയും കളറാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അക്രിലിക് കളറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. സാപ്പ് ഗ്രീനാണ് ഞാനിവിടെ കൊടുക്കുന്ന ഗ്രീൻ കളർ. ഈ കളേഴ്സൊക്കെ ഞാൻ പണ്ട് ബോട്ടിലാട്ടും ക്രാഫ്റ്റൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മേടിച്ച കളേഴ്സാണ്. ഇപ്പോൾ കുറേ നാളായി ഇതൊക്കെ ചെയ്തിട്ട്. അപ്പോഴത്തേക്ക് ഈ കളേഴ്സൊക്കെ കുറച്ച് ഡ്രൈ ആയി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ആദ്യം ഞാനൊരു ഡാർക്ക് ഗ്രീനാണ് എടുത്തത്, പക്ഷേ അത് ഫുള്ള് ഡ്രൈ ആയിപ്പോയി, അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കളർ എടുത്തത്. അപ്പോൾ ഈ കളർ നല്ലതായിട്ട് തോന്നി. ഇപ്പം പെയിൻറ്റൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഈ കളറാണ് കുറച്ചുകൂടി മാച്ചായിട്ട് എനിക്ക് തോന്നിയത്. ഇനിയിപ്പോൾ യെല്ലോ നമുക്ക് അടിച്ചു കൊടുക്കാം. അത് ബോർഡർ പോലെ ആ ഫുള്ള് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ലീഫിൽ ഫുള്ളായിട്ടൊരു ലൈൻസ് പോലെയും ആ ചെടിയിലെ പോലെ ജസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ എല്ലാ ലീവ്സും ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആ ചെടിയുടെ പോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാം. അതിങ്ങനൊരു ചുരുണ്ടിരിക്കുന്ന പോലെയാണ്. ഉള്ളിലോട്ട് ചെറിയ ലീവ്സും പുറത്തോട്ട് വലിയ ലീവ്സും അങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്. ആദ്യം ഒരു ചെറിയ ലീഫ് എടുത്ത് ചുരുട്ടാം. അത് കഴിഞ്ഞിട്ട് അടുത്ത ലീഫ് എടുത്ത് അതിനെ കവർ ചെയ്യുന്ന പോലെ കൊടുക്കാം. അത് കഴിഞ്ഞ് അടുത്ത ലീഫ് എടുത്ത് അതിനെ പുറത്ത് കവർ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്ത് ചുരുട്ടി ഇങ്ങനെ കൊടുക്കാം. ഇപ്പം 4 ലീവ്സ് എടുത്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ലാസ്റ്റ് ആ കോപ്പർ വയർ എല്ലാം കൂടി ഇങ്ങനെ ചുരുട്ടിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ലീവ്സൊക്കെ ഒന്ന് പുറത്തോട്ട് ബെൻഡ് ചെയ്തിങ്ങനെ കൊടുക്കാം. ബാക്കി ലീവ്സിൽ നമുക്ക് ഒരെണ്ണം കൂടി ചെയ്തെടുക്കാം. ഞാൻ എണ്ണ ഒന്നും വെച്ചിട്ടല്ല ലീവ്സ് ചെയ്തെടുത്തത്, എനിക്കിഷ്ടമുള്ള അത്രയും ഞാനങ്ങ് ചെയ്തു. അപ്പോൾ ഇത്രയും ലീവ്സ് വെച്ചിട്ട് എനിക്ക് 2 എണ്ണം ചെയ്യാൻ പറ്റി. ആദ്യം ചെയ്തതുപോലെ തന്നെ ഓരോ ലീവ്സ് എടുത്തിങ്ങനെ ചുരുട്ടി കവർ ചെയ്ത് കൊടുക്കാം. ബാലൻസ് 5 ലീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ 5 ലീവ്സ് ഒരുമിച്ചായി ഇപ്പോൾ രണ്ടാമത്തെ ചെയ്തത്. ആദ്യം ചെയ്തത് 4 ലീവ്സ് ഉള്ളായിരുന്നു. ഇപ്പോൾ 5 ലീവ്സ് വെച്ച് ചെയ്തപ്പം കുറച്ചുകൂടി ഭംഗിയുണ്ടെന്ന് തോന്നുന്നു. ലാസ്റ്റ് ഇതേപോലെ കോപ്പർ വയർ ഫുള്ളായിട്ട് ചുരുട്ടി കൊടുക്കാം. ലീവ്സ് ഇങ്ങനെ പുറത്തേക്ക് ബെൻഡ് ചെയ്ത് അതിങ്ങനെ വിടർന്നിരിക്കുന്ന പോലെ ആക്കി കൊടുക്കാം. ഇപ്പോൾ 2 ചെടി റെഡി ആയിട്ടുണ്ട്. അപ്പോഴേ ഓർത്തത് ഇത് വെക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ പോട്ടൊന്നുമില്ല. കയ്യിൽ കുറച്ച് ക്ലേ ഇരിപ്പുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പോട്ട് റെഡിയാക്കാം. തൽക്കാലത്തേക്ക് പഴയ പെയിൻറ്റ് ബോട്ടിൽ ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ മിനിയേച്ചർ പ്ലാന്റ് എങ്ങനെയുണ്ട്, ഇഷ്ടമായെങ്കിൽ പറയണേ.